ഗൈസ്, നമ്മൾ ഇന്ന് രണ്ട് വിഷയങ്ങൾ സംസാരിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ ഒരു കാര്യം, ഇന്ത്യക്ക് മാർച്ചിൽ 2 മത്സരങ്ങൾ വരുന്നുണ്ടല്ലോ. ഒന്നൊരു ഫ്രണ്ട്ലിയും മറ്റൊന്ന് AFC ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയർ മത്സരവും. അപ്പം ഈ 2 മത്സരങ്ങളും ഷില്ലോങ്ങിൽ വെച്ചായിരിക്കും നടക്കുക എന്നുള്ളതാണ്. ഷില്ലോങ്ങിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മാർച്ച് 18-നാണ് ആദ്യത്തെ മത്സരം മാൽദീവ്സിനെതിരെ. അതൊരു ഫ്രണ്ട്ലി മത്സരമാണെങ്കിൽ 25-ാം തീയതി ബംഗ്ലാദേശിനെതിരെ നടക്കാൻ പോകുന്നത് AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സിലെ ആദ്യത്തെ ഈ പറഞ്ഞ പോലെ ഒരു ക്വാളിഫയർ മത്സരമാണ് എന്നുള്ളതാണ്. സോ ഷില്ലോങ്ങിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും മുംബൈ സിറ്റി FC തമ്മിൽ കളിച്ചിട്ടുള്ള ആ സ്റ്റേഡിയം ഉണ്ടല്ലോ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേഡിയം തന്നെയാണ്. എന്താണെങ്കിലും ഐ തിങ്ക് ഷില്ലോങ്ങിൽ വെച്ച് നടക്കാൻ പോകുന്ന ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ മത്സരമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു നല്ല സ്റ്റേഡിയമാണ്, നല്ലൊരു ആംബിയൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ അത്യാവശ്യം നല്ല വോക്കലായിട്ടുള്ള ഫാൻസാണ്. അതും ആ ഒരു അറ്റ്മോസ്ഫിയർ എന്താണെങ്കിലും ഞാനൊരു വെയിറ്റ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. അടുത്തത് ദിമിത്രിയോസ് ഡയമണ്ടക്കോസ് എന്ന് പറയുന്നിട്ടുള്ള ലാസ്റ്റ് സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറും നിലവിൽ ഈസ്റ്റ് ബംഗാൾ കളിക്കുന്ന താരമാണ്. അദ്ദേഹം കഴിഞ്ഞ സീസണിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച താരമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം സംസാരിക്കുക എന്നുള്ളതാണ്. സോ അദ്ദേഹം നിലവിൽ ഇപ്പോൾ കൊൽക്കത്തയിലാണല്ലോ കളിച്ചിരുന്നത്, മുമ്പ് കേരളത്തിലായിരുന്നു ഉണ്ടാകുന്നത്. രണ്ടും ഒരു 2 ഫുട്ബോൾ ഹബ്സാണ്. അപ്പം 2 ഫാൻസിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവിടെ ഒരു ദിവസം മികച്ച കളിക്കാരൻ എന്ന് പറയും, അടുത്ത ദിവസം വളരെ മോശം കളിക്കാരനാക്കുകയും ചെയ്യും. അദ്ദേഹം കൊൽക്കത്തയെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അങ്ങനെയല്ല. കളിക്കാർക്ക് എത്ര മോശം ഉണ്ടായാലും അവർ കൂടെ നിൽക്കും എന്നുള്ളൊരു സംഭവം. നമുക്കറിയാം കേരള ഫാൻസും കൊൽക്കത്ത ഫാൻസും ഒരു 2 തരത്തിലുള്ള ആരാധകരാണ് എന്നുള്ളതാണ്. ഇപ്പം അവിടെ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ഫാൻസ് ആണെങ്കിലും മോഹൻ ബഗാൻ ഫാൻസ് ആണെങ്കിലും അവർക്ക് വർഷങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. കേരളത്തിലെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 10-11 വർഷത്തെ പ്രായമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സംഭവമാണുള്ളത്. സോ കേരളത്തിലെ ഫാൻസിനെ അപേക്ഷിച്ച് കൊൽക്കത്തയിലെ ഫാൻസ് കുറച്ചും കൂടി അഗ്രസീവാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മുമ്പ് അർമാൻഡോ സാദിഖൊക്കെ പറഞ്ഞ പോലെ ഡിമാൻഡിങ് ആയിട്ടുള്ള കുറച്ച് കൂടുതലാണ്. സോ അതിൻ്റെ പ്രശ്നങ്ങളും അവർക്കുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ തന്നെ ഇപ്പോൾ ഒരു ടീമും ഇപ്പം അവരുടെ സ്വന്തം ടീം മോശമായിട്ട് കളിക്കുന്ന, അല്ലെ പ്ലേയേഴ്സ് മോശമായിട്ട് കളിക്കുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർ പ്ലേയേഴ്സിനെതിരെ ബാൻഡർ ചെയ്യുകയും അല്ലെങ്കിൽ ബൂ ചെയ്യുകയും ചിലപ്പോൾ അബ്യൂസീവ് ആകുന്ന തരത്തിലൊക്കെ വരെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഒരു സാഹചര്യം എടുക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലെ ആരാധകരുടെ ഒരു സാഹചര്യം എടുക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ ഈ പറഞ്ഞതുപോലെ വിമർശനങ്ങൾ ചിലപ്പോൾ അതിര് കിടക്കുന്ന തരത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്ത് കാര്യത്തിനും ഇപ്പം പറഞ്ഞ പോലെ വിമർശനങ്ങൾ ഇനഫ്, പക്ഷേ അതിര് കിടക്കുന്നതാണ് എപ്പോഴും പ്രശ്നമാകാറുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം എപ്പോഴും വേണം. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ഒരു മത്സരത്തിലാണല്ലോ മാനേജ്മെൻറ്റിനെതിരെ ആരാധകർ ബാനറൊക്കെ ചെയ്തിട്ടുള്ള സമയത്ത് അത് പ്ലേയേഴ്സിനെ അപമാനിച്ചു എന്ന തരത്തിൽ പോലും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അതുപോലും നമ്മൾ ചെയ്യാറില്ല. പക്ഷേ ഇപ്പം കൊൽക്കത്തയിലെ ഫാൻസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് അവരുടെ സ്വന്തം പ്ലേയേഴ്സിനെ പോലും ഈ തരത്തിൽ ബൂ ചെയ്യുകയും ബാനർ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഫാൻസ് എനിക്ക് തോന്നുന്നു കൂടുതലും സോഷ്യൽ മീഡിയയിലുള്ള ഫാൻസാണ് കുറച്ചെങ്കിലും അധികം ടോക്സിക്കായി മാറാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ക്രിറ്റിസിസം ഓക്കെയാണ്, പക്ഷേ അത് അതിര് കടക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാറുള്ളത്. നമുക്കിനി ദിമിയുടെ ഒരു വിഷയത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇപ്പം ദിമി പറഞ്ഞിട്ടുള്ള ഒരു ചില സാഹചര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാമെങ്കിൽ കൂടി ദിമിയെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ പോലും ഒന്ന് വിമർശിക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ സീസണിലാണെങ്കിൽ പോലും ആദ്യത്തെ 5 മാച്ചിൽ അദ്ദേഹം ഗോൾ അടിച്ചില്ലേ, പിന്നെ അദ്ദേഹം ഒരു സൂപ്പർ പെർഫോമൻസ് നടത്തി ആരാധകരുടെ പ്രിയപ്പെട്ട താരമായിട്ട് മാറിക്കഴിഞ്ഞു. ലാസ്റ്റ് സീസണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഗോൾഡൻ ബൂട്ട് വരെ അടിക്കുന്ന ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞു. അതാ പറഞ്ഞു, വിമർശിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു എക്സ്റ്റെൻഡ് കഴിയുമ്പോഴാണ് പലപ്പോഴും ആരാധകർ ഈ പറഞ്ഞ ഒരു കുരുപൊട്ടി അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ അബ്യൂസീവ് ലെവലിലേക്കൊക്കെ പോകുന്നത് കണ്ടിട്ടുള്ളത്. നമ്മുടെ ഫാൻസും ആ കാര്യത്തിൽ മോശമല്ല, പക്ഷേ അത് സോഷ്യൽ മീഡിയയിലാണ് എന്നുള്ളത് മാത്രം. സ്റ്റേഡിയത്തിൽ വരുന്ന ഫാൻസ് അങ്ങനെ പൊതുവേ ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ നിലവിൽ ഡയമണ്ടക്കോസിൻ്റെ ഒരു സ്ഥിതി ഈസ്റ്റ് ബംഗാൾ അത്ര നല്ലതല്ല. ISL ഇതേവരെ ഇത്രയും വലിയൊരു എക്സ്പെക്റ്റേഷന് വന്നിട്ട് 3 ഗോൾസ് മാത്രമാണ് അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ആരാധകർ ഫ്രസ്ട്രേറ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലും ടീമിൻ്റെ പെർഫോമൻസിലും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സ്റ്റേഡിയത്തിൽ നിന്ന് തന്നെയൊക്കെ പോലും നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി സനി.